അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജന്റുമാർ നടക്കുന്ന സമയത്ത് ഇവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു രോഗിയുണ്ട് എന്നുള്ള ഒരു അറിവ് ലഭിക്കുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളുടെ തന്നെ ചില വിവരങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇവർ ചില പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളാണ്. ചില ആളുകൾ, ചില ഘടകകക്ഷികളൊക്കെ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കേസുകളും അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ഈ അവയവ കച്ചവടം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് വന്നിട്ട് കോടിക്കണക്കിന് 6000 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെയാലും നമ്മൾ ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണത്തെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. നമസ്കാരം സാർ, ഈ കേരളത്തിലെ രാഷ്ട്രീയ ബഹളങ്ങൾക്കിടയിൽ മുങ്ങിപ്പോയ അല്ലെങ്കിൽ മുക്കിക്കളഞ്ഞ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കുറച്ച് അറസ്റ്റുകൾ നടന്നു അവയവ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട്. ലക്ഷങ്ങളുടെ ഡീലാണ്. വളരെ വലിയ ഒരു ഓർഗൻ ട്രാഫിക്കിംഗ് മാഫിയയുടെ ആദ്യത്തെ 1-2 കണ്ണികൾ മാത്രമായിരിക്കും ഈ അറസ്റ്റിലായിരിക്കുന്ന ആൾക്കാർ. നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഈ രോഗികളുടെ ഡാറ്റാബേസ് കിട്ടുന്നു, ആർക്കൊക്കെ ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ എന്ത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ പോലും ഒരു ഹോസ്പിറ്റലിലോ ലാബിൻ്റെയോ സഹായമില്ലാതെ ഇവർക്ക് കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് പിന്നിൽ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നോട്ടറികളുണ്ട്, അങ്ങനെ വ്യാജരേഖ ചമയ്ക്കുന്ന ടീമുകളുണ്ട്. അങ്ങനെ വലിയൊരു മാഫിയാണ്. ഈ വിഷയം പൊതുജന മധ്യത്തിൽ നിന്ന് മാഞ്ഞു പോവാതെ ലൈവായി നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം അമ്പലമേട് പോലീസ് 126/26 FIR ഇട്ടുകൊണ്ടാണ് ഒരു കേസ് എടുത്തിരിക്കുന്നത്. ആ കേസിന്മേൽ ഇപ്പോൾ അന്വേഷണം വളരെ ദ്രുതഗതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇളമക്കര പോലീസിന്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവയവ കച്ചവട മാഫിയയുടെ എന്നത്തെയും ഇര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ വളരെ വിഷമതകൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബത്തിലെ ആളുകളെ കണ്ടെത്തി അവർക്ക് വലിയ വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി പണം തന്നെ വാഗ്ദാനം നൽകിയിട്ടാണ് ഈ അവരിൽ നിന്നൊക്കെ ഈ അവയവം ദാനമായിട്ട് മേടിക്കുന്നത്. ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോഴും ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില ഹോസ്പിറ്റലുകളുടെയൊക്കെ ലിസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികളുടെ തന്നെ ചില വിവരങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇവർ ചില പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനത്തെ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം എന്നാണ് ഇത് ചോദിച്ചാൽ ഞങ്ങൾക്കിതൊന്നുമായിട്ട് ബന്ധമില്ല, ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേരിൽ വ്യാജരേഖ ചമച്ചിരിക്കുന്നതാണ്, ആ വ്യാജരേഖ ചമച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ മറ്റു പല സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു അറിയിപ്പാണ് വരുന്നത്. അതതിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ രീതിയിലുള്ള മറുപടിയാണ് വരുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഏജന്റുമാർ നടക്കുന്ന സമയത്ത് ഇവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു രോഗിയുണ്ട് എന്നുള്ള ഒരു അറിവ് ലഭിക്കുന്നത്? സാധാരണ ഇപ്പോൾ എനിക്കൊരു അവയവം മാറ്റി വെക്കണം, അല്ലെങ്കിൽ തോമസിന് ഇപ്പോൾ ഒരു അവയവം മാറ്റി വെക്കണം, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലുകാർക്ക് മാത്രമല്ല ഇതറിയത്തുള്ളൂ. എനിക്കിങ്ങനെ ഒരു അവയവം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്, ഞാനുമായിട്ട് ഇത്ര രൂപ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പുറത്തുനിന്ന് ഒരു ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നൊക്കെയുള്ള രീതിയിൽ സാധാരണ ബന്ധുക്കളും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെയാണ് മനസ്സറിവോട് കൂടിയിട്ട് നടത്തുന്ന ഒരു രീതിയാണ്. അതിനെയാണ് ഇപ്പോൾ അവയവ കച്ചവടം എന്ന രീതിയിലേക്ക് ഇപ്പോൾ കേരളത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യില്ല എന്ന് 100% ഉറപ്പുണ്ട്. കാരണം ഈ മാഫിയ അത്ര ശക്തമാണ്. ഇത് ഇവിടുത്തെ വമ്പൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോണറെ എങ്ങനെയാണ്, പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണിത്, ഒരു ഡോണറെ എങ്ങനെയാണ് ഈ അവയവ കച്ചവടക്കാർ കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഈ അവയവ കച്ചവടക്കാർ കണ്ടെത്തി നൽകിയിട്ടുള്ള ഓർഗൺ ഒരു പേഷ്യൻ്റ് ഉണ്ടാവുമല്ലോ, ഈ പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ഈ അവയവ കച്ചവടക്കാർ ഐഡൻറ്റിഫൈ ചെയ്തത്? ഇതിനെക്കുറിച്ച് കൃത്യമായൊരു അന്വേഷണം നടക്കണം. അതുകൂടാതെ തന്നെ ഇത് ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ അവയവത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുള്ളത്? ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണമല്ലോ, ആ ട്രാൻസ്പ്ലാന്റേഷൻ ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്? ഈ ഹോസ്പിറ്റൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒക്കെ ഇറക്കിയിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്?
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് അന്വേഷണം പോകേണ്ടതായിട്ടുണ്ടെന്നേ. കാരണം ഇപ്പോൾ എളമക്കര പോലീസിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ടാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയാണ്. ആ വാർത്ത അവര് വെറുതെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വ്യാജരേഖ ചമച്ച് അവയവലേപനം നടത്തി വരുന്ന സംഘത്തിലെ 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുന്നത്തുനാട് ഒരു സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, സനോജ് എന്നിവരെ എറണാകുളം റൂറൽ പോലീസും ശ്രീജ സുധീർ എന്നിവരെ കൊല്ലം കിളികൊല്ലൂർ പോലീസുമാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഗൗരവകരമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. അവയവ കച്ചവട മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ അവയവ കച്ചവടം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് വന്നിട്ട് കോടിക്കണക്കിന് 6000 കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പോ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിലെ ആ ഒരു പോരാളിയെ ഒന്നും മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എന്തുകൊണ്ട് വി.ഡി. സതീശനെ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ചില തൽപര കക്ഷികൾ വി.ഡി. സതീശൻ അറിയാതെയോ അറിഞ്ഞോ വി.ഡി. സതീശനെ മുതലെടുക്കുകയാണ്, വി.ഡി. സതീശനെ കച്ചവടം ചെയ്യുകയാണ്. ചില ആളുകൾ, ചില ഘടക കക്ഷികളൊക്കെ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കേസുകളും അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. കാരണം ഇപ്പോൾ കാവൽ മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. ഈ കാവൽ മന്ത്രിസഭ കേരളത്തിലുള്ള സമയത്ത് ഇവിടെ അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷഭേദവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ എന്ന് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള പല രീതിയിൽ പോലീസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും വഴങ്ങാതെ വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്തെ പ്രതികളെ കണ്ടെത്തിയിരിക്കും. ആ അന്വേഷണം ചെന്നെത്തി അവസാനിക്കുക ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളിലേക്കായിരിക്കും, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകളിലേക്കായിരിക്കും. കാരണം ഇത് സ്വമനസ്സാലെ ഒരാള് അവന്റെ അവയവം ദാനം ചെയ്തു കൊള്ളട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ക്ലിനിക്കൽ ഡെത്തിനെ കുറിച്ച് കൂടി ഗൗരവകരമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കർശനമായ ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണെന്നേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലിത്. കാരണം ഒരുപാട് വലിയ കച്ചവട താല്പര്യങ്ങൾ പല ഹോസ്പിറ്റലുകൾക്കുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു സേവനമല്ല, അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു ബിസിനസ്സാണ്, വെറും ബിസിനസ്. അപ്പോൾ ഈ അന്വേഷണം മുമ്പോട്ട് പോകുക തന്നെ ചെയ്യണം. ഈ അന്വേഷണം ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ പാടില്ല. നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ കേരളത്തിൽ ഈ അവയവ മാഫിയ തഴച്ചു വളരും. നമ്മൾ ഇതിനിടയ്ക്ക് വി.ഡി. സതീശന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചുകൂടി പറഞ്ഞു പോയേ പറ്റൂ. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പണ്ട് തുടങ്ങിയ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പറയുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫണ്ടിങ്ങിൽ അവരുടെ ബാക്കപ്പിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ് ഗ്രൂപ്പുകൾ അവരാണ് വി.ഡി. സതീശന് വേണ്ടിയിട്ട് ഈ കിടന്ന കോപ്രായങ്ങളൊക്കെ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പരസ്യമായിട്ട് പറയുന്ന സമയത്ത് ചിലത് രഹസ്യമായിട്ട് പറയുന്നു. അപ്പോൾ വി.ഡി. സതീശനെ പോലുള്ള നല്ലൊരു പോരാളിയെ, വി.ഡി. സതീശനെ പോലുള്ള നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയായി കണ്ടൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ചില തൽപര കക്ഷികളുടെ കയ്യിലെ പാവയായിട്ട് അദ്ദേഹം മാറുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 2 ദിവസമായിട്ട് ചില ഘടകകക്ഷികൾ സതീശനല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം ഈ അന്വേഷണം എത്തിച്ചേരുന്നത് വമ്പൻ സ്രാവുകളിലേക്കാണ്, നിസ്സാരക്കാരിലേക്കല്ല, വമ്പൻ സ്രാവുകളിലേക്കാണ്. അവർ ഭയന്നു തുടങ്ങിയിരിക്കുന്നു. ഈ കെ.സി. വേണുഗോപാലിന്റെ നിലപാടുകൾ നിസ്സാരമല്ല, രമേശ് ചെന്നിത്തലയുടെ നിലപാടുകൾ നിസ്സാരമല്ല. നമുക്കറിയാം ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തെ എല്ലാ ബ്ലേഡ് മാഫിയയും പിടിച്ചകത്തിട്ട ഒരു സമയമുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ റെക്കമെൻഡേഷനുമായിട്ട് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തല അവരോടെല്ലാം ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അന്വേഷണം ഇതുപോലെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കെ.സി. വേണുഗോപാൽ വന്നാലും, കെ.സി. വേണുഗോപാലിനെ കുറിച്ചൊക്കെ പലതും പറയുമായിരിക്കും. പക്ഷെ കെ.സി. വേണുഗോപാലൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ 100% വിശ്വസിക്കുന്നു ഈ അന്വേഷണം വളരെ സുതാര്യമായിട്ട് മുമ്പോട്ട് പോകും. ഇത് നിസ്സാര ഒരു കാര്യമല്ല. ഇന്നലെ ഏഷ്യാനെറ്റ് മാത്രം ഒരു 50 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറി കാണിച്ചു ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട്.
അതിനപ്പുറത്തേക്ക് അവരൊന്നും പ്രതികരിച്ചില്ലല്ലോ. മറ്റേതെങ്കിലും ചാനൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ സ്ക്രോളിംഗ് എങ്കിലും കൊടുത്തോ? ഈ മാഫിയയുടെ ശക്തി എത്രയുണ്ടെന്നേ. 2-3 കാര്യങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ മാഫിയ, ഈ അവയവ കച്ചവട മാഫിയയ്ക്ക് ഒരു രോഗിയുണ്ട് അല്ലെങ്കിൽ ഒരു വാങ്ങാൻ ഒരാളുണ്ട് എന്ന് വിവരം എവിടെ നിന്ന് ആര് നൽകുന്നു? കൂടാതെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുള്ളത് ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണോ? ഒരു ഡോണറെ കണ്ടെത്തുന്ന സമയത്ത് ആ ഡോണറും ഈ പറഞ്ഞ ആളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകണമല്ലോ. ഒരുപക്ഷെ ഒരു നാട്ടുകാരനായിരിക്കണം, അല്ലെങ്കിൽ അവന്റെ ബന്ധുവിന്റെ അടുത്തുള്ള ആളായിരിക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാനദണ്ഡം പാലിക്കണമല്ലോ. ഇതൊന്നുമില്ലാതെ യാതൊരുവിധ പരിചയവുമില്ലാത്ത ഒരാള് വന്ന് ഒരു ഓർഗൻ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരിക്കും? അതിന്റെ പിന്നിലുള്ളത് സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ്. 1-2 പത്രങ്ങൾ മാത്രം 4 കോളം വാർത്ത എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേറെ കേരളത്തിലെ ഒരാളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അവിടെയാണ് പ്രശ്നം. ശ്രീ വി ഡി സതീശൻ അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തന്നെയും ഇതുപോലെയുള്ള മാഫിയകളെ കൽത്തുറുങ്കിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ താങ്കൾ സ്വീകരിക്കണം. അതല്ല എങ്കിൽ താങ്കളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇപ്പോൾ പിടിവാശി പിടിക്കുന്നു. ആ വാശി പിടിക്കുന്ന ആളുകളുടെ പിന്നിലുള്ള ശക്തി ഇവരാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ ഇവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഞാൻ പറയട്ടെ, മീഡിയ 1 TV, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മീഡിയ 1 TV വി ഡി സതീശന് വേണ്ടി ക്യാമ്പയിൻ ആരംഭിക്കാതെ ഇരുന്നിരുന്നുവെങ്കിൽ വി ഡി സതീശനെ അല്ലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവത്തുള്ളൂ. എല്ലാവരും ഒരുമിച്ച് പിന്തുണയ്ക്കത്തില്ലായിരുന്നോ? അവിടെ വെച്ചിട്ടല്ലേ ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ആ ഒരു ബന്ധമല്ലേ ഇദ്ദേഹത്തെ ഇത്രയും വലിയ ട്രബിളിൽ കൊണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെയായാലും കേരള പോലീസിനോട് പറയാനുള്ളത്, വരാനിരിക്കുന്ന സർക്കാർ, അത് KC വേണുഗോപാലിന്റെ സർക്കാരാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ സർക്കാരാണെങ്കിലും വി ഡി സതീശന്റെ സർക്കാരാണെങ്കിലും ഇനി പറയുന്ന K മുരളീധരന്റെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയോ സർക്കാരാണെങ്കിലും നമുക്ക് പറയാനുള്ളത്, ഈ അവയവ മാഫിയ കച്ചവടക്കാരെ, ഇതിന് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ക്രിമിനലുകളെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നിങ്ങൾ ആരംഭിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സാധാരണക്കാരൻ, അവൻ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നു. അവനിപ്പോൾ 10 ലക്ഷമോ 15 ലക്ഷമോ ആയിരിക്കും വാങ്ങിക്കുന്നത്. അത് അവന്റെ കടമടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. തുടർന്ന് അവനുണ്ടാകുന്ന രോഗങ്ങൾ, അവന്റെ ശരീരത്തിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതൊക്കെ ആര് നോക്കും? അതിനുശേഷം ഒരു ദിവസം ഇവരൊക്കെ മണ്ണിനടിയിലേക്ക് പോകും, ആരും അറിയാതെ. ഇതൊന്നും ഒരു ലോകം അറിയത്തില്ല. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിനെ ഐഡന്റിഫൈ ചെയ്തേ പറ്റൂ. കാരണം ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന രോഗികൾ എന്ത് വിശ്വസിച്ച് അവിടെ ചെല്ലും? ഏതൊക്കെയാലും നമ്മൾ ഈ സ്റ്റോറി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണത്തെ കൃത്യമായിട്ട് തന്നെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള ഈ ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ കൊണ്ട് ഈ ഹോസ്പിറ്റലുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നതും ഈ അവയവ കച്ചവടം തന്നെയാണ്. അത് അതിശക്തമായിട്ട് ഇവിടുത്തെ LDF ഇപ്പൊ പ്രതിപക്ഷത്താണ്. അവരുടെ ഇടപെടലുകൾ ഉണ്ടാവണം ഈ ഒരു വിഷയത്തിൽ. ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ പാടില്ല. ഇവിടുത്തെ സാധാരണക്കാരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ അവയവ കച്ചവടം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡെത്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനകത്ത് ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്.